ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖം തന്നെയല്ലേ? സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അകത്തിരുന്നാലും ചൂട്, പുറത്തേക്ക് ഇറങ്ങിയാൽ അതിലേറെ ചൂട്. ചൂട് കൊണ്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയും ദേഷ്യവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വെയിൽ കൊണ്ട് പണിയെടുക്കുന്നവരുടെ കാര്യം അതിലേറെ കഷ്ടം തന്നെയാണ്. ചൂടുള്ള അവസ്ഥയാണ് എന്ന് കരുതി പണിക്ക് പോകാതിരിക്കാനും കഴിയില്ലല്ലോ. പണിയെടുത്ത് കിട്ടിയ പൈസ കൊണ്ട് വേണം വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ. ഒരു ദിവസം ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു മുത്തശ്ശിയെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ചൂടുകാലത്തെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടും ദുരിതത്തെയും പറ്റി സംസാരിച്ചപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു, ചൂടുകാലത്തെ ക്ഷീണവും കുയക്കും ഒക്കെ മാറാൻ നല്ലൊരു പാനീയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന്. ഇപ്പോഴുള്ള തലമുറക്ക് അത് പറ്റുമോ എന്നറിയില്ല. ഞങ്ങളുടെ ക്ഷീണം അകറ്റാൻ ഞങ്ങൾ സ്ഥിരമായി കഴിച്ചു കൊണ്ടിരുന്ന ഒരു പാനീയമായിരുന്നു അത്. ആ പാനീയം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ നമുക്കൊരു ദോഷം അത് ഉണ്ടാക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ആ മുത്തശ്ശിയോട് ആ പാനീയത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞു. മുത്തശ്ശി ആ പാനീയത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. പഴയകാല 2 വിധത്തിലുള്ള പാനീയത്തെ പറ്റിയാണ് മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നത്. അതിൽ ഞാൻ വീട്ടിൽ പോയി ഉണ്ടാക്കി കുടിച്ചു. വീട്ടിൽ ആ പാനീയം ഉണ്ടാക്കുന്ന സാധനം ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ കടയിൽ പോയി ആ സാധനം വാങ്ങിക്കൊണ്ടുവന്നാണ് ഉണ്ടാക്കിയത്. ആ പാനീയം ഉണ്ടാക്കി കുടിച്ചപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമായിട്ടോ. മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പാനീയമായിരുന്നു. ചൂടുകാലത്തെ ക്ഷീണവും കുയക്കും ഒരുപാട് മാറ്റമുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിൽ ഞാൻ ശരിക്കും സന്തോഷവതിയായി. പഴയ ആളുകൾ പറയുന്ന ഓരോ കാര്യവും നമ്മൾ തള്ളിക്കളയരുത്. അവർ പറഞ്ഞു തരുന്നതെല്ലാം നമുക്ക് ഉപകാരം ഉള്ളതാവാം. ആ പാനീയം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരട്ടെ. ചൂടുള്ള കാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ചൂടുള്ള കാലത്ത് ആദ്യം നമ്മൾ വേണ്ടത് നല്ല പോലെ വെള്ളം കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് നല്ല പോലെ വെള്ളം കുടിക്കണം. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ലൂസ് ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇരുണ്ട കളറുള്ള വസ്ത്രങ്ങൾക്ക് പകരം ലൈറ്റായിട്ടുള്ള കളർ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. വെള്ളത്തിൻ്റെ അംശങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള പഴങ്ങൾ കഴിക്കുക. പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡ്, പൊരിച്ചതും വറുത്തതുമായ ബ്രോസ്റ്റ് പോലെയുള്ളത് ഒഴിവാക്കുക. നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ അത് വലിച്ച് കളയും. മോരും വെള്ളം, നാരങ്ങാ വെള്ളം ഒക്കെ കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ കരിക്കിന് വെള്ളം കിട്ടുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് ശരീരത്തിന് ഈ ചൂടുകാലത്ത്. പുറത്തേക്ക് ഇറങ്ങുന്നവരും പുറംജോലി ചെയ്യുന്നവരും സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ഫുൾ കവർ ചെയ്യുന്ന ഫുൾ കൈയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കഴിയുന്നതും ഇടുങ്ങി പിടിക്കാത്ത കോട്ടൺ വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടത്. പിന്നെ നമ്മുടെ എല്ലാം വീട്ടിലെ ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടമ്മമാർ അനുഭവിക്കുന്ന ചൂടാണ്. വീട്ടമ്മമാർ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിലെ ചൂടും കാലാവസ്ഥയിലെ ചൂടും കാരണം വിറകടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട. ചൂട് കാരണം വിയർത്തൊലിച്ച് ആകെ ക്ഷീണിക്കുകയാണ് വീട്ടമ്മമാർ. ഈ ഒരവസ്ഥയിൽ നിന്നും വീട്ടമ്മമാർക്ക് മാറ്റം കിട്ടാൻ അടുക്കളയിലെ ജോലികൾ എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ള മാർഗം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അതിരാവിലെ എണീറ്റ് വെയിൽ ചൂടാകുമ്പോഴേക്കും വീട്ടിലെ പണികൾ തീർത്ത് നമ്മൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണം. സ്കൂളുകൾ പൂട്ടിയ കാലമായതുകൊണ്ട് മിക്ക വീട്ടമ്മമാരും നേരം വെളുത്തിട്ടും കുറേ സമയം കടന്നുറങ്ങുന്നവരായിരിക്കും. അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് അതിരാവിലെ എണീറ്റ് വീട്ടിലെ എല്ലാ ജോലികളും പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുക്കുകയാവും നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വെയിൽ ചൂടാകുമ്പോഴേക്ക് നമുക്ക് അടുക്കളയിൽ നിന്നും നമ്മുടെ ജോലികൾ കഴിച്ച് പുറത്തിറങ്ങാം. പ്രായമായവരിലും കുട്ടികളിലുമാണ് പെട്ടെന്ന് സൂര്യാഘാതം ഏൽക്കുന്നത്. അതുകൊണ്ട് ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കഴിയുന്നതും കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടരുത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തശ്ശി പറഞ്ഞ ആ പാനീയങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. മുത്തശ്ശി എനിക്ക് 2 വിധം പാനീയങ്ങളാണ് പറഞ്ഞു തന്നത്. ഒന്ന് ബാർലി കൊണ്ട് ഉണ്ടാക്കിയ പാനീയം. പണ്ട് കാലത്ത് അവരൊക്കെ കുടിച്ചിരുന്ന ക്ഷീണം അകറ്റാനും കുയക്ക് മാറ്റാനൊക്കെ കുടിച്ചിരുന്ന ഒരു പാനീയമാണുള്ളത്. പിന്നെ എനിക്ക് രണ്ടാമത് പറഞ്ഞു തന്നത് കൂവപ്പൊടി കൊണ്ടുള്ള പാനീയമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ ഈ ഒരു സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരെ കടയിലേക്ക് പോയിട്ട് തൊട്ടടുത്ത കടയിൽ തന്നെ എനിക്ക് ഈ ഒരു സാധനം കിട്ടി. ബാർലി കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് കൂവപ്പൊടിയാണ് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വന്നിട്ട് ഈ കൂവപ്പൊടി ഒരു 2 സ്പൂൺ എടുത്തിട്ട് പാലിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ മധുരം ഇടാതെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് ടേസ്റ്റ് പറ്റൂലേ എന്ന് കരുതിയിട്ട് ഒരു അല്പം മധുരം ചേർത്തിരുന്നു. ഇത് ടേസ്റ്റ് പറ്റുമോ ഇല്ലേ, വേസ്റ്റ് ആകുമോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ട് എനിക്ക് മാത്രമാണ് ഫസ്റ്റ് ഉണ്ടാക്കിയാണ്ട് കുടിച്ച് ഞാൻ. അത് പാലിട്ട് ഇളക്കി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കൂലേ ഈ ചെറിയ പ്രായത്തിൽ,
അതേ ഒരു പരുവത്തിലായി വന്നിട്ടോ. ചെറുതായിട്ട് ലൂസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കുടിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര ഒരു അത്ഭുതം കേട്ടോ. അന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരങ്ങളിലൊന്നും മറ്റേതൊരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചൂടുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ എത്ര എ സി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എ സിയിലൊക്കെ നിൽക്കുന്നതിനൊരു പരിധിയില്ലേ. നമുക്ക് ആ റൂമിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടാണല്ലോ. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഭയങ്കര ക്ഷീണത്തിന് മാറ്റം, കുഴക്കിന് മാറ്റം, ഭയങ്കര ഒരു ഉഷാറ്. പൊതുവേ ചൂടുകാലത്ത് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വികൃതി കാട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ദേഷ്യം വരില്ല. അവരോടൊക്കെ ഭയങ്കര ഒച്ചട്ടിലേക്കാരം. അന്ന് ഇങ്ങനെ ക്ഷീണത്തിന് കുറവുണ്ടായതുകൊണ്ട് എന്താണെന്നറിയില്ല, കുട്ടികളോടൊന്നും വല്ലാതെ ഒച്ച ഇട്ടിട്ടില്ലെന്ന് ഞാൻ. ശരീരത്തിൽ നല്ല പോലെ ജലാംശമുള്ളതായിട്ട് തോന്നിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടുകാലമായപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ പോലൊക്കെ കുറവായിരുന്നു മറ്റു കാലങ്ങളെ അപേക്ഷിച്ചും കണ്ട്. പക്ഷേ ഈ ഒരു കൂവപ്പൊടി ഇട്ട വെള്ളം കുടിക്കൽ തുടങ്ങിയപ്പം, ഈ ഒരു സംഭവം കഴിക്കൽ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ഒരു മാറ്റം. ഇടയ്ക്കൊക്കെ മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ജലാംശം കൂടിയ പോലെ തോന്നി എനിക്ക്. ശരിക്കും ഞാൻ ഈ മുത്തശ്ശി പറഞ്ഞത് കേൾക്കാതെ അതൊക്കെ നിസ്സാരമാക്കിയിട്ടെടുത്ത് തള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു അത്ഭുതം അറിയാൻ പറ്റുമായിരുന്നില്ല. മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അതുപോലെ ഉണ്ടാക്കി കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മാറ്റം അനുഭവപ്പെട്ടത്. ഒരു വെളുത്ത നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ട് ഫുൾ പാലിലല്ല ഉണ്ടാക്കൽ. കുറച്ച് പാലും പിന്നെ വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കതിൻ്റെ ടേസ്റ്റ് നല്ല പോലെ ഇഷ്ടമായിട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു പാനീയം ചൂടുകാലത്തൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പാനീയമാണ്. നമ്മുടെ തൊട്ടടുത്ത കടകളിലൊക്കെ എല്ലാ കടകളിലും കിട്ടും. പണ്ട് കാലത്തെ ആളുകളൊക്കെ ക്ഷീണം അകറ്റാനൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നതാണ്. എന്തായാലും ഇത് വെറുതെ ആവില്ല. ഒരിക്കലും ശരീരത്തിനൊരു ദോഷം ഇതുകൊണ്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കുടിച്ചിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായോ അല്ലേ എന്ന്. എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായത്. നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിൻ്റെ അവസ്ഥ കുറയുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു ഉഷാറ് വരും. ദേഷ്യങ്ങളൊക്കെ കുറയും. നമ്മുടെ പണിയെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഉഷാറുണ്ടാവും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഒരിക്കലും നിങ്ങൾക്കിതൊരു ദോഷം ചെയ്യില്ല. ഗുണമെന്നല്ല, അതൊരു ദോഷം ചെയ്യില്ല. മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഇത് മുത്തശ്ശിയുടെ വാക്കുകൾ അനുസരിച്ചെങ്ങാണ്ട് ഇത് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റം തോന്നി. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വാക്കുകൾ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കളയരുത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും എന്നെ അറിയിക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. പാനീയം എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടാകും ഇത് വെള്ളത്തിലിട്ട് കലക്കി കുടിക്കുകയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഈ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്നത് പോലെ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചിട്ടാണ് നമ്മൾ ഇത് കുടിക്കുന്നത്. ചിലത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് വരും. ചില ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ലൂസായിക്കാരം. ഞാനിത് ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് കഴിക്കൽ. അപ്പോൾ നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കഴിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.